ആ സംഭവത്തിനുശേഷം നായ എന്ന് കേൾക്കുന്നത് തന്നെ ഒരുതരം വെറുപ്പാണ്. പാറി നടന്നിരുന്ന എന്നെ കൂട്ടിലടച്ച കിളിയെപ്പോലെയാക്കിയത് ഈ ജന്തുവാണ്. അല്ലെങ്കിൽ തന്നെ ദിനംപ്രതി എത്ര തെരുവുനായ ആക്രമണങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത്. പിഞ്ചു കുഞ്ഞെന്നുപോലും നോക്കാതെയല്ലേ ഇവറ്റകൾ കടിച്ചു കീറുന്നത്. അതിനൊക്കെ പുറമെയാണ് ഇവറ്റകൾ വട്ടം ചാടിയുണ്ടാകുന്ന അപകടങ്ങൾ. ഞാനിന്ന് ഈ വീൽചെയറിൽ എന്റെ ജീവിതം തള്ളിനീക്കാൻ കാരണവും ഒരു നായയാണ്. സാധാരണയിലും വലുപ്പമുള്ള നീലക്കണ്ണുകളുള്ളൊരു ഡോബർമാൻ. അഹല്യയുടെ ഓർമ്മകൾ ആ നശിച്ച ദിവസത്തേക്ക് കടന്നുചെന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആന്റിയുടെ മകൻ റിജോയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. വൈകിയാൽ ഹരിസാറുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടിവരും. അതുകൊണ്ട് കുറച്ചു വേഗത്തിലാണ് സ്കൂട്ടി വിട്ടത്. പോകുന്ന വഴിയിൽ വലിയൊരു ആൽമരമുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ഒരു കറുത്ത ഡോബർമാൻ ഒളിച്ചിരുന്നത് ഞാൻ കണ്ടില്ല. അത് നേരെ വണ്ടിയുടെ മുന്നിൽ ചാടി. ഞാൻ ബ്രേക്കിട്ടു. ടയർ നിലത്തുരയുന്ന ശബ്ദവും ഞാൻ ഉയർന്നു പൊങ്ങിയതും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ നടന്നതൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ എവിടെയാണ് എന്നൊന്നും മനസ്സിലായില്ല. ചുറ്റിലും മരുന്നിന്റെ മണം, മോണിറ്ററിൽ നിന്നുള്ള ബീപ്പ് സൗണ്ട്, പിന്നെ അമ്മയുടെ കരച്ചിലും. അപ്പോഴാണ് താൻ ഐസിയുവിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സ്കൂട്ടിയിൽ നിന്ന് ചെറുതായൊന്നു വീണു. ചെറിയ ആക്സിഡന്റ് എന്നാണ് ആദ്യം വിചാരിച്ചത്. എനിക്കാണേൽ കാര്യമായ വേദനയൊന്നുമില്ല. പരിക്കുകളും സാരമുള്ളതായിരുന്നു. പക്ഷെ അമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്. അതിന്റെ ഗുട്ടൻസ് മനസ്സിലായത് ഡോക്ടർ വന്നപ്പോഴാണ്. ഡോക്ടർ പലതവണ തൊട്ടിട്ടും എന്റെ കാലുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അരയ്ക്ക് കീഴ്പോട്ട് നിശ്ചലമായിരുന്നു. അതിൽ പിന്നെ ഞാൻ വീൽ ചെയറിലായി. ആദ്യമൊക്കെ കുടുംബക്കാരും കൂട്ടുകാരും കാണാൻ വരുമായിരുന്നു. അവർ ഓരോന്നു പറഞ്ഞു സമാധാനിപ്പിക്കും, ചിലർ സഹതപിക്കും. അതായിരുന്നു ഏറ്റവും അസഹനീയം. ബാൽക്കണിയിൽ വീൽചെയറിലിരുന്ന് കട്ടൻചായ കുടിച്ച് ചിന്തകളിൽ പൂണ്ടിരിക്കുകയായിരുന്നു അഹല്യ. പെട്ടെന്ന് അടുത്ത വീട്ടിൽ ഒരു കാറിന്റെ എഞ്ചിൻ സൗണ്ട് അവൾ കേൾക്കുന്നു. ഒരു കറുത്ത SUV ആയിരുന്നു അത്. SUVയുടെ ചില്ലുഗ്ലാസുകൾ മെല്ലെ താഴ്ന്നു. കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഒരു യുവാവ് വീട്ടിലേക്കൊന്ന് കണ്ണോടിച്ച ശേഷം കാറിൽ നിന്ന് പുറത്തിറങ്ങി. കൂടെ കുമാരൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് കുമാരൻ ചേട്ടന്റെ വീട്ടിൽ പുതിയ താമസക്കാരൻ വരുമെന്ന് മമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. കുമാരൻ ചേട്ടനുമായി എന്തൊക്കെയോ സംസാരിച്ച ശേഷം അയാൾ കാറിന്റെ ഡിക്കി തുറന്നു. അതിൽ 6 വലിയ പെട്ടികളുണ്ടായിരുന്നു. എല്ലാ പെട്ടികളും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പെട്ടികളായി അയാൾ തന്നെ വീട്ടിലേക്ക് എടുത്തുവച്ചു. കണ്ടിട്ടൊരു മുഷടനാണെന്ന് തോന്നുന്നു. അതിൽ ഒരു പെട്ടിയും അയാൾ കുമാരൻ ചേട്ടനെക്കൊണ്ട് തൊടിയിച്ചില്ല. എല്ലാ പെട്ടികളും പുറത്തുവച്ച ശേഷം എന്തോ മറന്നതുപോലെ അയാൾ കാറിനടുത്തേക്ക് വന്നു. പുറകിലെ ഡോർ തുറന്നു. അത് കണ്ടതും അഹല്യയുടെ നെറ്റി ചുളിഞ്ഞു. അതിനുള്ളിൽ ഒരു നായയായിരുന്നു. ഒരു ഡോബർമാൻ. സാധാരണയിലും വലുപ്പമുള്ള ഡോബർമാൻ. നായ കാറിൽ നിന്ന് ഇറങ്ങിയതും അഹല്യയുടെ കണ്ണുകൾ നായയുടെ നീല കണ്ണുകളിലേക്ക് പതിച്ചു. തന്നെ അപകടത്തിലാക്കിയ അതേ നായ തന്നെയാണോ ഇത്? അവളുടെ ശ്വാസമൊന്നു പിടഞ്ഞു.